ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മുതിർന്നവർ, പ്രായമായവരൊക്കെ എപ്പോഴും പറയുന്ന ചില സെൻറ്റൻസുകൾ എങ്ങനെയാണ് ഹിന്ദിയിൽ പറയുന്നതെന്ന് നോക്കാം. ഓക്കെ. ഇറ്റ്സ് ഓൾ എബൌട്ട് ലക്ക്. ഇറ്റ്സ് ഓൾ എബൌട്ട് ലക്ക്. ഇതെല്ലാം ഭാഗ്യത്തിനനുസരിച്ചിരിക്കും. ഇതൊക്കെ ഭാഗ്യത്തിൻ്റെ കളികളാണ്. ഇപ്പോൾ ഒരാൾക്ക് ലോട്ടറി അടിച്ച് അല്ലെങ്കിൽ ഒരു കുറി വീണ് എന്ത് പറയും? അത് അവൻ്റെ ഭാഗ്യം. ഒക്കെ ഭാഗ്യത്തിൻ്റെ കളികളാണ്. ഇതൊക്കെ ഭാഗ്യത്തിനനുസരിച്ചിരിക്കും. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അല്ലേ? അതെങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം. സാരാ ഖേൽ കിസ്മത്ത് കാ ഹേ. സാരാ ഖേൽ കിസ്മത്ത് കാ ഹേ. എല്ലാ കളികളും ഭാഗ്യത്തിൻ്റെയാണ്. എല്ലാം ഭാഗ്യത്തിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. എല്ലാം ഭാഗ്യമനുസരിച്ചിരിക്കും. ഇങ്ങനെയൊക്കെ പറയുന്നതാണ് സാരാ ഖേൽ കിസ്മത്ത് കാ ഹേ. ഓക്കെ. സാരാ ഖേൽ മുഴുവൻ, സാര മുഴുവനും, ഖേൽ കളി, കിസ്മത്ത് ഭാഗ്യം, ലക്ക് എന്നൊക്കെ പറയും. അപ്പം ഭാഗ്യത്തിൻ്റെ അല്ലെങ്കിൽ ലക്കിൻ്റെയാണ് എല്ലാം. എല്ലാം ലക്കിനനുസരിച്ചിരിക്കും, ഭാഗ്യത്തിനനുസരിച്ചിരിക്കും എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്. സാരാ ഖേൽ കിസ്മത്ത് കാ ഹേ. ഇറ്റ്സ് ഓൾ എബൌട്ട് മണി. ഇറ്റ്സ് ഓൾ എബൌട്ട് മണി. ഇതെല്ലാം പൈസയുടെ പുറത്താണ്, പൈസയുടെ കളിയാണ്. ഇതെല്ലാം പൈസയുടെ കളിയാണ്. പൈസയിലാണ് എല്ലാം ഇരിക്കുന്നത്. പൈസ ഉണ്ടെങ്കിൽ എല്ലാം ആയി എന്നൊക്കെ പറയൂലേ. അപ്പം ഇതെല്ലാം പൈസയുടെ കളികളാണ്. സാരാ ഖേൽ പൈസോം കാ ഹേ. സാരാ ഖേൽ പൈസോം കാ ഹേ. എല്ലാം പൈസയുടെ പുറത്താണ്. ഇതെല്ലാം പൈസയുടെ കളികളാണ്. ഇങ്ങനെയൊക്കെ പറയുന്നതാണ് സാരാ ഖേൽ പൈസോ കാ ഹേ. പൈസോ കാ ഹേ. സാരാ ഖേൽ പൈസോ കാ ഹേ. ഇറ്റ്സ് ഓൾ എബൌട്ട് പവർ. ഇറ്റ്സ് ഓൾ എബൌട്ട് പവർ. എല്ലാം അധികാരത്തിൻ്റെ കളികളാണ്. ഇതെല്ലാം അധികാരത്തിൻ്റെ, പവറിൻ്റെ കളിയാണ്. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ഒരാളെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി, പിറ്റേ ദിവസം തന്നെ പുറത്ത് വിട്ട്. ഇപ്പം എന്ത് പറയും? അവന് നല്ല പിടിപാടാണ്, അവന് വലിയ വലിയ ആളുകളുമായിട്ടാണ് സമ്പർക്കം. ഇതൊക്കെ അധികാരത്തിൻ്റെ കളികളാണ് എന്ന് പറയും. സാരാ ഖേൽ താക്കത്ത് കാ ഹേ. സാരാ ഖേൽ താക്കത്ത് കാ ഹേ. ഇനി എപ്പോഴും പറയും നമ്മൾ, അച്ഛനെങ്ങനെയാണോ അങ്ങനെ തന്നെ മകനും, അല്ലെങ്കിൽ അമ്മ എങ്ങനെയാണോ അങ്ങനെ തന്നെ മകളും, അല്ലെങ്കിൽ സഹോദരനെ പോലെ തന്നെയല്ലേ സഹോദരിയാകുള്ളൂ, അല്ലെങ്കിൽ സഹോദരനെ പോലെ തന്നെ സഹോദരിയും, അച്ഛനെ പോലെ തന്നെ മകനും, അച്ഛനെങ്ങനെയാണോ അങ്ങനെ തന്നെ മകനും. ഇങ്ങനെയൊക്കെ മുതിർന്നവർ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പം ലൈക്ക് ഫാദർ ലൈക്ക് സൺ. ലൈക്ക് ഫാദർ ലൈക്ക് സൺ എന്ന് പറഞ്ഞാൽ എന്താ? അച്ഛനെ പോലെ തന്നെ മകനും, അല്ലെങ്കിൽ അച്ഛനെങ്ങനെയാണോ അങ്ങനെ തന്നെ മകനും. ഇങ്ങനെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ജൈസ ബാപ്പ് വൈസ ബേട്ട. ജൈസ ബാപ്പ് വൈസ ബേട്ട. എങ്ങനെയാണോ ബാപ്പ് പിതാവ്, വൈസ ബേട്ട അങ്ങനെ തന്നെ ബേട്ട മകനും. ജൈസ ബാപ്പ് വൈസ ബേട്ട. ലൈക്ക് മദർ ലൈക്ക് ഡോട്ടർ. അമ്മ എങ്ങനെയാണോ അങ്ങനെ തന്നെ മകളും, അല്ലെങ്കിൽ അമ്മയെപ്പോലെ തന്നെ മകളും. ജൈസി മാ വൈസി ബേട്ടി. ജൈസി മാ വൈസി ബേട്ടി. സ്ത്രീലിംഗമായതുകൊണ്ടാണ് അവിടെ ജൈസി മാ ബേട്ടി. ഇതൊക്കെ എന്താണ്? സ്ത്രീലിംഗമാണല്ലേ. അപ്പം ജൈസി മാ വൈസി ബേട്ടി. അവിടെ എല്ലായിടത്തും വള്ളി ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. ജൈസി, ജൈസ എന്നുള്ളതിന് ജൈസി, വൈസ വൈസി. അപ്പം ജൈസി മാ വൈസി ബേട്ടി. അമ്മയെപ്പോലെ തന്നെ മകളും, അല്ലെങ്കിൽ അമ്മ എങ്ങനെയാണോ അങ്ങനെ തന്നെ മകളും. ലൈക്ക് ബ്രദർ ലൈക്ക് സിസ്റ്റർ. ലൈക്ക് ബ്രദർ ലൈക്ക് സിസ്റ്റർ. സഹോദരൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ സഹോദരി,
അല്ലെങ്കിൽ അവനെപ്പോലെ തന്നെ, അവൻ്റെ അതേ സ്വഭാവം, അവനെ വാർത്തെടുത്തിരിക്കുന്നത് പോലെ തന്നെ, അവനെപ്പോലെ തന്നെ, അല്ലെങ്കിൽ അവനെങ്ങനെയാണോ അങ്ങനെ തന്നെ അവളും. അല്ലെങ്കിൽ സഹോദരൻ്റെ അല്ലേ സഹോദരി എന്നൊക്കെ പറയാം. ഈ അർത്ഥമാണതിന്. ജൈസ ബായി വൈസി ബഹൻ. ജൈസ ബായി വൈസി ബഹൻ. ബഹൻ സ്ത്രീലിംഗമാണ്, അതുകൊണ്ടാണ് വൈസി. അപ്പം ജൈസ ബായി വൈസി ബഹൻ. എങ്ങനെയാണോ സഹോദരൻ അങ്ങനെ തന്നെ സഹോദരി. അപ്പം ഇതൊക്കെ മുതിർന്നവർ പണ്ട് മുതലേ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്ന ചില സെൻറ്റൻസുകളാണ്. അപ്പം അതെങ്ങനെയാണ് ഹിന്ദിയിൽ പറയുന്നതെന്ന് പഠിച്ചില്ലേ? അപ്പം നിങ്ങളും വേഗം വേഗം പഠിച്ചോ. ഓക്കെ, ബൈ.